ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയെ പിറവത്തിനടുത്തുള്ള കൊച്ചരിക്കൽ കേവിലാണ്. കൊച്ചരിക്കൽ കേവിലും അരീക്കൽ വാട്ടർഫാളിലും കൂടി നമ്മൾ പോകാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എന്തായാലും ബൈക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴി രാമമംഗലം ബ്രിഡ്ജ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ അതിൻ്റെ മുകളിലൊന്ന് വണ്ടി നിർത്തി. കാരണം അതിൻ്റെ ഇരുവശങ്ങളിൽ നോക്കാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വണ്ടി നിർത്തി. കാരണം ബസ്സൊക്കെ പോകുന്ന റൂട്ടാണ്, അതുകൊണ്ട് അധികം വണ്ടിയൊന്നും നിർത്തി ഇടാൻ പാടില്ല. പാലത്തിൽ കൂടുതൽ വണ്ടി നിർത്താതിരിക്കണം സേഫ്. പക്ഷേ ഇവിടെ നിന്ന് കാണാനുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. മഴക്കാലത്തൊക്കെ എനിക്ക് കുറച്ചും കൂടി ഭംഗിയായിരിക്കും തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ വണ്ടിയായിട്ട് നേരെ പോകുന്നു. അങ്ങനെ സെൻറ്റ് ജോർജ് സിറിയൻ കാനായ ചപ്പൽ എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് വഴിയാണ് നമ്മൾ പോകേണ്ടത്. അതുവഴി നേരെ കുറേ പോയി കഴിയാൻ നേരത്ത് ഒരു ഗവൺമെൻറ് സ്കൂൾ കാണാം, ഒരു ചെറിയ സ്കൂളാണ്. ആ സ്കൂളിൻ്റെ റൈറ്റ് സൈഡ് വഴി നമുക്കൊരു പൂഴിയിട്ട റോഡ് കാണാം. ആ റോഡ് വഴിയാണ് നമുക്ക് ഈ കേവിലായിട്ട് പോകേണ്ട റൂട്ട്. അപ്പോൾ ഈ കാണുന്ന സ്കൂളിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെയുള്ള പൂഴിയിട്ട റോഡിലാണ് നമ്മൾ കൊച്ചരിക്കൽ കേവിലായിട്ട് പോകുന്നത്. റോഡൊക്കെ കുറച്ച് മോശമാണ്, റോഡ് പണിയൊക്കെ എന്തോ നടന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം കൊച്ചരിക്കൽ കേവിലാണ് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുവഴി വന്നത്. അല്ലാതെ അരീക്കൽ വാട്ടർഫാളാണ് ആദ്യം പോകുന്നതെങ്കിൽ അപ്പുറം വഴി നേരെ വന്ന് പോകാനുള്ള റൂട്ടുമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരാൻ നേരത്ത് ചുറ്റുവശം ഇങ്ങനെ റബ്ബർ കാടുകളാണ്, അടുക്കൂടി റോഡാണ്. റോഡൊക്കെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ഇതായിട്ട് കിടക്കുവാണ്. അവിടെ നേരെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു മതിൽ കാണാം. ആ മതിലിൻ്റെയൊക്കെ സൈഡിൽ കൂടി ഒരു റോഡുണ്ട്. അതുവഴി നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ കൊച്ചരിക്കൽ കേവിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ കേവിൻ്റെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് കുറേ വണ്ടി പാർക്ക് ചെയ്യാനുള്ള കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഫീസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇവിടെ കയറി കാണാം. ടിക്കറ്റ് എടുക്കേണ്ട, ഒന്നും എടുക്കണ്ട. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കട കൂടിയുണ്ട്. വെള്ളം എന്തെങ്കിലും കുടിക്കണമെങ്കിൽ അവിടെ നിന്ന് കുടിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്ത ശേഷം കൊച്ചരിക്കൽ കേവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്, കൊച്ചരിക്കൽ ചിറ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ റൈറ്റ് താഴത്തേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത്. ഇനി ഇവിടെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇവിടെ ഇട്ട് സ്ഥലം നമ്മൾ വൃത്തികേടാക്കരുത്. കാരണം അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് പിഴയുണ്ടെന്ന്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനത്തെ ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തികേടാക്കരുത് നമ്മൾ വന്നിട്ട്. അപ്പോൾ ഇവിടെ നേരെ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ വരുമ്പോൾ ഇതേപോലെ സ്റ്റെപ്പൊന്നും ഇല്ലായിരുന്നു, നമ്മൾ പൂഴി തന്നെയായിരുന്നു. അത് ചവിട്ടിയാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നേരെ പൊക്കത്തു നിന്ന് കാണുമ്പോൾ തന്നെ താഴത്തെ ആ കുളവും അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് പൊക്കത്തു നിന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചുറ്റും ഒരു കാടിൻ്റെ ഫീലാണ് ഇവിടെ വരാൻ നേരത്ത്. കാരണം നല്ല തണുപ്പും നല്ല കൂളിങ്ങുമാണ്. പിന്നെ നല്ലൊരു കിളികളുടെ ശബ്ദവും നല്ലൊരു പ്രകൃതിയുടെ ഒരു സൗണ്ടും ഒക്കെ നമുക്ക് നന്നായിട്ട് ഈ വെള്ളം ഒഴുകി പോകുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. കാരണം അത്ര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. മഴയുള്ള ടൈമിലാണ് കുറച്ചും കൂടി നല്ല മഴയും വെള്ളവും ഇത്തിരി കുറച്ച് കൂടുതലുണ്ടാവും. നമ്മൾ പറഞ്ഞ മഴയെ കഴിഞ്ഞ ടൈമിലാണ് വന്നത്. കുറേ ആൾക്കാർ ആ കേവിൻ്റെ മുകളിലൊക്കെ കയറി ഇരിപ്പുണ്ട്. വലിയ വലിയ മരങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒരു കാടിൻ്റെ ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഈ കാടിനെയും പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് ഇഷ്ടമാവും. എറണാകുളം ജില്ലയിലെ പാമ്പാക്കുടി എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണ് കൊച്ചരിക്കൽ കേവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ മാറിയാണ് അരീക്കൽ വാട്ടർഫാൾ ഉള്ളത്. അപ്പോൾ അവിടെ വരുന്നവർക്ക് എന്തായാലും ഇവിടെ കൂടി ഒന്ന് വന്നിട്ട് പോകാവുന്നതാണ്. കൊച്ചരിക്കൽ കേവിനെ പറ്റി പണ്ട് തൊട്ട് ഓരോ പഴയ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് മുമ്പുള്ള വടക്കൻകൂർ നാട്ടുരാജ്യത്തിൻ്റെ രാജാക്കന്മാർ അവരുടെ പടക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്ന ഗുഹയായിട്ടും ഇതിനെ പറയുന്നു. പിന്നെ പണ്ട് നാട്ടുരാജാക്കൾ തമ്മിലുള്ള യുദ്ധത്തിനിടെ പടയാളികൾ ഒളിസങ്കേതമായിട്ട് ഉപയോഗിച്ചിരുന്നതും ഈ ഗുഹയാണെന്ന് ഇങ്ങനെ പറയപ്പെടുന്നു. ഈ വലിയ മരത്തിൻ്റെ വേരുകളായി ഇങ്ങനെ ചുറ്റപ്പെട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുകളിലിട്ട് നമുക്ക് ഈ വേരുകൾ ചവിട്ടി കയറാം. അപ്പോൾ സൂക്ഷിച്ചിട്ടൊക്കെ തെന്നലും ഇഴുക്കലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ മുകളിൽ ചെറിയൊരു ഗുഹ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ കാണുന്നതാണ് ഇതിൻ്റെ കുളം. ആ കുളം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നല്ല തെളിനീരുറവയാണ് കുളത്തിലേക്ക് വരുന്ന വെള്ളം. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അവിടെ കുളിക്കണമെങ്കിൽ കുളിക്കാം. പിന്നെ അതുപോലെ തന്നെ ചുറ്റും ഈ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് തന്നെ എറണാകുളം സിറ്റി ലൈഫിൽ നിന്നൊക്കെ തിരക്കിൽ നിന്നൊക്കെ മാറി നമുക്ക് കുറച്ച് നേരം ഫ്രഷ് ആകാനും കുറച്ച് കൂളാകാനൊക്കെ വന്നിവിടെ എന്തായാലും വന്നിരിക്കാൻ പറ്റും. നല്ല കാമൻ കോയറ്റാണ്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ചില ദിവസങ്ങളിലൊക്കെ ഞായറാഴ്ചയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കുട്ടികളൊക്കെ ഒരുപാട് കുളിക്കാനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ദിവസം വന്നതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളില്ല. പിന്നെ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ് നിൽക്കുന്ന ഒരു വെള്ളമാണ്. അടിവശമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു നീല കളറിലെ വെള്ളം പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ സൈഡിൽ കൂടി ഒഴുകി പോകുന്നതും ചെയ്യുന്നത്, കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല. സൈഡിൽ കൂടി ഓവുചാല പോലെ ചാലുണ്ട്. അപ്പോൾ അതുവഴി മുകളിൽ നിന്ന് വരുന്ന വെള്ളം നേരെ കുളത്തിലേക്ക് വരും. കുളത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമൊന്നുമല്ല. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഒരു അരീക്കൽ വാട്ടർഫാളിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.